എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ പ്രമാണിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് അവധിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു അവധിയാണ്. അതേസമയം മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് ഓപ്പൺ ആണ്. ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം റസൽ 2000 ഇൻഡെക്സ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ് കമ്പനികളുടെ ഇൻഡെക്സ് ആണ് റസൽ 2000. ഈ മാസം അവസാനം നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് റസൽ 2000 ഇൻഡെക്സ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ബാങ്കിങ് സ്റ്റോക്കുകളും താഴെയാണ്. ഇന്നലെ മുതൽ Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ബാങ്കുകളുടെ. സിറ്റി ഗ്രൂപ്പ്, അതുപോലെ തന്നെ വെൽസ് ഫാർഗോ, JP മോർഗൻ, ഈ ബാങ്കുകളുടെ റിസൾട്ട് എല്ലാം തന്നെ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ 2 മുതൽ 4% വരെ താഴെയാണ്. ഇന്നാണ് ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി പോലുള്ള കമ്പനികളുടെ ബാങ്കുകളുടെയൊക്കെ റിസൾട്ടുകൾ അമേരിക്കയിൽ അനൗൺസ് ചെയ്യുന്നത്. ഒപ്പം മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും വീണ്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിട്ടിക്കൽ മിനറൽസ് ഇമ്പോർട്ടിന്മേൽ വലിയ രീതിയിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു, അത് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒപ്പം ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു, അതും അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. US ഫെഡ് ചെയർമാനെതിരെ ക്രിമിനൽ കേസെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നു, അതും മാറ്റിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ മൂവ്മെൻ്റാണ് നടക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലതരത്തിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇന്നലെ ഇറാനിയൻ ടെലിവിഷനിൽ കൂടെ ട്രംപിനെ അസാസിനേറ്റ് ചെയ്യുമെന്നുള്ളൊരു ത്രെട്ടനിങ്ങും കൂടി ഇറാൻ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണോ ഇത്തരത്തിൽ ഡിസിഷൻ ചേഞ്ചസ് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ട്രംപിൻ്റെ ഡിസിഷൻ മാറ്റലിന് ശേഷം കമോഡിറ്റികളിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റുകളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ മറ്റു മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ FTSE 100 UK ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം ഫ്രാൻസ് CAC ഇൻഡെക്സ്, അതുപോലെ തന്നെ ജർമ്മൻ ഇൻഡെക്സ് ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിൽ ജാപ്പനീസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കോസ്പി ഇൻഡെക്സ് സൗത്ത് കൊറിയൻ മാർക്കറ്റും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ചൈനയിൽ പല ഇൻഡെക്സുകളും ഇന്നലെ 11 ഇയർ ഹൈ, 4 ഇയർ ഹൈയിലൊക്കെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൈനീസ് റെഗുലേറ്റർ ചൈനീസ് മാർക്കറ്റ് ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. ചൈനീസ് ഗവൺമെൻറ് ഒരു സ്റ്റേബിൾ ക്യാപിറ്റൽ മാർക്കറ്റാണ് ആവശ്യം, സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് അല്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചൈനീസ് മാർക്കറ്റ് റെഗുലേറ്റർ നടത്തിയിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവാണ് ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇനി ഓവറോൾ ഇന്നത്തെ സിറ്റുവേഷൻ ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഒരു വീക്ക് സെൻറ്റിമെൻറ്റിലാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചത്. പക്ഷേ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ചൈനീസ് മാർക്കറ്റ് വീണ്ടും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോസ്പി ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജാപ്പനീസ് ഹോങ്കോങ് മാർക്കറ്റുകളാണ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവർ, സിങ്ക്, ഈ 3 കമോഡിറ്റികളായിരുന്നു ഇന്നലെ താരങ്ങൾ. അതോടൊപ്പം തന്നെ അലുമിനിയം ഇന്നലെ പുതിയ 4 ഇയർ ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $4657.62 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതോടൊപ്പം സിൽവറും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. ബ്രീഫ്ലി $94 പെർ ഔൺസ് സ്പോട്ട് സിൽവർ ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നല്ല വൊളാട്ടിലിറ്റി കണ്ടിരുന്നു. ഇന്ന് മോർണിംഗിലും ഹയർ ഓപ്പണിംഗ് ആയിരുന്നു, നല്ല വൊളാട്ടിലിറ്റിയാണ് കണ്ടത്. ഇന്ന് ഉച്ച തിരിഞ്ഞ് 2:15 സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $4604 പെർ ഔൺസിനാണ്. സിൽവർ 89
$6 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. സിൽവറിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റഡി ആണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ സിൽവറിൽ നല്ല വൊളാറ്റിലിറ്റിയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കൺസർവേറ്റീവ് മൊമെൻറ്റം തന്നെയാണ്. ഗോൾഡ് ഒരുപക്ഷെ സിൽവറിനേക്കാളും കൂടുതൽ മുന്നേറാനുള്ള സാധ്യതകളാണ് അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സിങ്ക് ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് മോർണിംഗിലും അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് വലിയ ഡിമാൻഡ് ആയിരിക്കും സിങ്കിന് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസുകളെല്ലാം തന്നെ കമോഡിറ്റികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം കോപ്പർ ഇന്നലെ റെക്കോർഡ് ഹൈറ്റ് ചെയ്തതിന് ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അലുമിനിയവും അത്തരത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അലുമിനിയത്തിൽ ഇന്നലെ കണ്ടിരുന്നു. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലാണ്. $64.6 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിലും അതുപോലെ തന്നെ ഇന്ന് ഉച്ച തിരിഞ്ഞൊക്കെ ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് ഫ്ലാറ്റാണ്. $3.1 പെർ MMBTU ആണ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസ് കാണുന്നത്. ഒപ്പം ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 90.2 പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ കമോഡിറ്റികളെ സംബന്ധിച്ച് ഗോൾഡിൽ വീണ്ടും ഒരു അപ്വേർഡ് മൊമെൻറ്റം തന്നെയാണ് കാണുന്നത്. സിൽവറിലും പോസിറ്റീവ് ബയാസ് ആണ്. പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഹെവി റൈസിൽ നമുക്ക് സിൽവറിൽ കാണാനായിട്ട് സാധിക്കും. അതേസമയം സിങ്ക്, കോപ്പർ, അലുമിനിയം ഈ കമോഡിറ്റികൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നായിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൽ സുമിതാമോ മിസുയി ബാങ്കിങ് കോർപ്പറേഷൻ 24% സ്റ്റേക്ക് അക്വയർ ചെയ്തിരുന്നു. RBI സുമിതാമോ മിസുയി ബാങ്കിങ് കോർപ്പറേഷൻ ഇന്ത്യയിൽ ഫുൾ ഫ്ലഡ്ജഡ് ബാങ്കിങ് സർവീസസ് ആരംഭിക്കാൻ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. യെസ് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. നാളെ മിക്കവാറും യെസ് ബാങ്ക് ഒരു ഗ്യാപ്പ് അപ്പ് ലെവലിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റീൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചൈന 2025 എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന റെക്കോർഡ് ക്വാണ്ടിറ്റി സ്റ്റീലാണ്. 119 മില്യൺ ടൺസാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബലി വലിയ രീതിയിലുള്ള കൺസംഷൻ നടക്കുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഇന്ത്യയിലും സ്റ്റീൽ വലിയ രീതിയിലാണ് കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റീൽ സെക്ടർ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ICC, Prudential, IMC, MRPL ഈ റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇൻഫോസിസും മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ലേബർ കോഡിൻ്റെ വൺ ടൈം ഇമ്പാക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒപ്പം AI രംഗത്ത് വലിയ പ്രോഗ്രസ് ആണ് ഇൻഫോസിസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 4600 AI പ്രൊജക്റ്റുകളിലാണ് ഇൻഫോസിസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗ്രോത്ത് ആണ് AI റിലേറ്റഡ് സർവീസ് രംഗത്ത് ഇൻഫോസിസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം അമേരിക്കയിൽ ഇൻഫോസിസ് ADR അറൗണ്ട് 11% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ നമുക്ക് ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളിലും കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഓവറോൾ നമ്മൾ ലേബർ കോഡിൻ്റെ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പുതിയ ലേബർ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ലേബർ കോഡ് 2025 മുമ്പുണ്ടായിരുന്ന 29 ലേബർ ലോസും കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ലേബർ കോഡാണ്. ഇതനുസരിച്ച് ഒരു എംപ്ലോയിയുടെ സാലറിയിൽ 50% ബേസിക് പേയും അതുപോലെ തന്നെ DA കൂടി ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു കണ്ടീഷനാണ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. മുമ്പ് 25 മുതൽ 40% വരെ ആയിരുന്നു. അതായത് ടോട്ടൽ സാലറിയിൽ 25 മുതൽ 40% വരെയായിരുന്നു ബേസിക് പേയുടെയും DAയുടെയും കൂട്ടുമ്പോഴുള്ള ടോട്ടൽ കമ്പോണൻറ്റ് വന്നിരുന്നത്, ഷെയർ വന്നിരുന്നത്. ഇനി അത് 50% ആക്കണം. അത് തീർച്ചയായിട്ടും കമ്പനികളെ സംബന്ധിച്ച് ഒരു കോസ്റ്റ് കൂട്ടുന്നൊരു കാര്യമാണ്. അതൊരു വൺ ടൈം ഇമ്പാക്റ്റ് ആണ്. എല്ലാ കോർപ്പറേറ്റ് റിസൾട്ടുകളിലും Q3 മുതൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഒരുപക്ഷെ വരാൻ പോകുന്ന ക്യാപിറ്റൽ ഗുഡ്സ്, ടെക്നോളജി കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ബാങ്കുകൾ, റീറ്റെയിൽ, അതുപോലെ തന്നെ നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി ഇത്തരത്തിലുള്ള കമ്പനികളുടെ Q3 റിസൾട്ടുകളിൽ ഇത് കണ്ടേക്കാം. ഓവറോൾ 2-3% കോസ്റ്റ് കമ്പനികൾക്ക് കൂട്ടും. എന്നിരുന്നാലും സെക്യൂരിറ്റി മെഷേഴ്സ്, ലേബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഈ എംപ്ലോയീസിൻ്റെ കൂട്ടാണ്. ലോങ് റണ്ണിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ലേബേഴ്സിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നൽകുന്ന കാര്യമാണ് ലേബർ കോഡ് 2025. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്
നമുക്ക് Q3 റിസൾട്ടുകളിലും അതുപോലെ തന്നെ ഇനി വരുന്ന ക്വാർട്ടർ റിസൾട്ടുകളിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ഒന്നും തന്നെയല്ല. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിൻ്റെ റിസൾട്ട് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം നമ്മൾ SME IPOs ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള SME IPO കാര്യം നോക്കുകയാണെങ്കിൽ അവാന ഇലക്ട്രോ സിസ്റ്റംസ് 131.82 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു IPO ആണ്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഓപ്പൺ ആയിട്ടുള്ള ഇൻഡോ SMC രണ്ടാം ദിവസം 2.05 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നാളെയാണ് ഫൈനൽ ഡേ. നല്ല ഓവർ സബ്സ്ക്രിപ്ഷൻ ഈ IPOയിലും വരും എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെയും മേജർ ന്യൂസ് ഫ്ലോസ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗ്ലോബലി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെയുണ്ട്, ഒരു ഫിയർ ഒക്കെയുണ്ട്. പക്ഷേ ട്രംപ് പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇഷ്യൂസ് ഒന്നും സെറ്റിലായിട്ടില്ല. അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാഗ്വാദങ്ങളൊന്നും സെറ്റിലായിട്ടില്ല. ഒപ്പം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഇഷ്യൂസും സെറ്റിലായിട്ടില്ല. ഇത് ഏതു നിമിഷം ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്ലെയർ അപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പതുക്കെ വിഡ്രോ ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ എതിർപ്പുകൾ വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഹാർഷ് മെഷേഴ്സിൽ നിന്നൊക്കെ അദ്ദേഹം മാറിയേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് Q3 റിസൾട്ടുകൾ തന്നെയാണ് മേജറായിട്ടുള്ളൊരു ഇവൻറ്റ്. ഇന്നലെ വരാനിരുന്ന സുപ്രീം കോടതി വെർഡിക്റ്റ് അമേരിക്ക താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവറിനെ കുറിച്ചുള്ളൊരു വെർഡിക്റ്റ് ആയിരുന്നു. അത് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു അനിശ്ചിതത്വം വീണ്ടും കണ്ടിന്യൂ ചെയ്തേക്കാം. എന്നിരുന്നാലും Q3 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും മുമ്പിലുള്ള മേജർ ഇവൻ്റ്. അതിനുശേഷം ഫെബ്രുവരി 1 വരുന്ന യൂണിയൻ ബഡ്ജറ്റ് വലിയ രീതിയിലുള്ള റിഫോം മെഷേഴ്സ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ട്രംപിൻ്റെ താരിഫ് ത്രെട്ടനിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. കമോഡിറ്റി മാർക്കറ്റുകൾ 5 മണിക്ക് ശേഷം ഓപ്പൺ ആവും. അപ്പോൾ കമോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസിൽ, സിൽവർ പ്രൈസിൽ, സിങ്ക് പ്രൈസിൽ, അതുപോലെ തന്നെ കോപ്പറും അലുമിനിയം പ്രൈസിലൊക്കെ ഒരു വൊളാറ്റിലിറ്റി കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസായിട്ട് കമോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസായിട്ട് മൂവ് ചെയ്യുക. നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ. ടെക്നോളജി സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ഇൻഫോസ്, അതുപോലെ തന്നെ നല്ല Q3 റിസൾട്ടുകൾ, ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവാതിരിക്കുകയാണെങ്കിൽ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളും നാളെ ബെറ്ററായിട്ട് ഓപ്പൺ ചെയ്തേക്കാം. ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. താങ്ക് യു.